അപ്പം നമ്മളെന്താ യൂണിറ്റ്സിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് എങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ അളന്നെടുത്ത് തുടങ്ങുന്നത്? ഇൻ ദി പാസ്റ്റ് ദി ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആർ യൂസ്ഡ് ഫോർ മെഷറിങ് ആൻഡ് റെക്കോർഡിങ് ഇൻ ഈച്ച് റീജിയൻ. അതിൽ പല സ്ഥലങ്ങളിൽ പല കൺട്രീസിലും നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുന്നത് പല യൂണിറ്റ്സ് ആയിരുന്നു. ഇവിടെ പറയണ ഒരു ഫീറ്റ് ആയിരിക്കില്ല അവിടെ. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഫീറ്റ് എന്ന് പറയുന്നത് ഒരു കാൽപാദം ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഒരു ക്യൂബറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആം ഡിസ്റ്റൻസ് ആണ്. ഒരു ഫിംഗർ ടിപ്പ് തൊട്ടിട്ട് ആം വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ ഒരു ഹാൻഡ് സ്പാൻ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഒക്കെ. ഒരു ഹാൻഡ് സ്പാൻ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കണത്? തമ്പ് തൊട്ടിട്ട് ആ 4 ഫിംഗർ വരെയുള്ള ആ ലെങ്ത്തിനൊക്കെയാണ് ഏകദേശം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഫീറ്റ് പറഞ്ഞിട്ടുണ്ട്, ഒരു ക്യൂബറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസുകളൊക്കെ കാണിച്ചിട്ടുണ്ട്, വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കൺട്രിയിലത്തെ ഒരാളിൻ്റെ ഫീറ്റ് ചെറുതായിരിക്കാം. ചില സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് വലിയ ഫീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഫീറ്റ് ആയിരിക്കാം. ടു ലാർജും ആയിരിക്കില്ല, ടു സ്മോളും ആയിരിക്കില്ല. അപ്പോൾ ഈ ആൾക്കാർ തമ്മിൽ എന്തായിരിക്കും? ഇറഗുലാരിറ്റീസ് ഉണ്ടായിരിക്കും മെഷർമെൻറ്റിൽ. അത് ആക്യുറേറ്റ് ആയിരിക്കില്ല അല്ലേ. എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും? ലോ ആക്യുറസി ആയിരിക്കും. ഇവിടുത്തെ ഫീറ്റ് ആയിരിക്കില്ല അവിടുത്തെ ഫീറ്റിൻ്റെ ലെങ്ത്ത് ഇതാണ് ഉണ്ടായിരിക്കുക. പാം ഡിസ്റ്റൻസാ, ഇപ്പോൾ ഒരു പാം ഹാൻഡ് സ്പാൻ, ഒരു ക്യൂബറ്റ് ഒന്നും സെയിം ആയിരിക്കണം എന്നില്ല. അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യും പീപ്പിൾക്ക്. പല റീജിയനിലുള്ള ആൾക്കാർക്ക് മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ അത് യൂണിഫോം ആയിട്ടുള്ള മെഷർമെൻ്റ് ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ഡിഫിക്കൽട്ടീസും ഉണ്ടായിരിക്കും, മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെഫറൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരു സെൻറ്റിമീറ്റർ സ്കെയിലിൽ ഞാൻ 1 സെൻറ്റിമീറ്റർ അളന്നെടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കൺട്രിയിൽ പോയി അളന്നെടുത്താലും ആ സെൻറ്റിമീറ്റർ സ്കെയിൽ കൊണ്ട് നമുക്ക് കിട്ടണ മെഷർമെൻറ്റ് യൂണിഫോം ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അളന്നെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? യൂണിറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പഴയ കാലത്തെ കൺട്രീസിലൊക്കെ പല മെഷർമെൻറ്റ്സിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നത് കാരണം എന്തുകൊണ്ടായിരുന്നു? അവർ ഉപയോഗിക്കുന്ന റെഫറൻസ് സബ്സ്റ്റാൻസ്. ഇപ്പോൾ ഒരു ഫീറ്റ് എന്ന് പറഞ്ഞ സംഭവം പല സ്ഥലത്ത് വെച്ച് നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പലതായിരിക്കും. പല കൺട്രീസിലെ പല ആൾക്കാർ ഒരു ഫീറ്റ് എന്ന് പറഞ്ഞാൽ മെഷർ എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ ഒരു ക്യൂബറ്റ് ആം സൈസ് ഡിഫറെൻ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഹാൻഡ് സ്പാൻ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എന്താണ് യൂണിവേഴ്സൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് SI യൂണിറ്റ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ നമ്മുടെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ്സ് ഡിറൈവ് ചെയ്തിരിക്കും. ഇപ്പോൾ മാസിന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഉണ്ട്, അത് വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ കിലോഗ്രാമിന് kg ഉണ്ട്. അത് എന്തിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? ഒന്നുകൂടി ആക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, അതായത് SI യൂണിറ്റ്സ് ഒരു മെഷർമെൻറ്റ് യൂണിഫോമിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ യൂണിറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്.